അപ്പോൾ ആമിക്കുട്ടിയാണ് ഇന്നത്തെ കുട്ടിത്താരം. ആരാണ് ആമി എന്നല്ലേ? തനിക്ക് ചുറ്റുമുള്ള ലോകത്തെ അനുഭവങ്ങളൊക്കെ കവിതകളാക്കി എഴുതുകയാണ് കുട്ടിക്കവയത്രി തപസ്യ എന്ന ആമി. 6-ാം വയസ്സിൽ എഴുതിയ കവിതകൾ കൂട്ടിച്ചേർത്ത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ ആയിട്ട് 2 പുസ്തകങ്ങളാണ് ഇതിനോടകം ഈ കൊച്ചു മിടുക്കി പുറത്തിറക്കിയത്. ഏറ്റവും ചെറിയ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ കവിതകൾ എഴുതിയ കുട്ടി എന്ന ഇന്റർനാഷണൽ റെക്കോർഡ് ബുക്കിൽ ഇടവും നേടി തപസ്യ ഇതിനകം തന്നെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആമിക്കുട്ടിയുടെ വിശേഷങ്ങൾ കാണാം. തൃശൂർ ബ്രഹ്മകുളം സ്വദേശിനിയാണ് 3-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ തപസ്യ. ഡാൻസിലും വയലിൻ വായനയിലും പഠനത്തിലുമൊക്കെ മിടുമിടുക്കിയാണ്. എന്നാൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച കുട്ടി കവയത്രി എന്ന നിലയിലാണ് കൂടുതൽ പേർക്കും തപസ്യയെ പരിചയം. തനിക്ക് ചുറ്റുമുള്ള ലോകത്തെ കാഴ്ചകളും അനുഭവങ്ങളും മുത്തശ്ശി മീരയോട് പറഞ്ഞും പാടിയുമാണ് ആമി കവിതകളുടെ ലോകത്തേക്ക് എത്തുന്നത്. ആമി ഈണത്തിൽ ചൊല്ലിക്കൊടുത്ത കവിതകൾ മുത്തശ്ശി എഴുതി സൂക്ഷിച്ചു. ആമിയുടെ അധ്യാപകനും എഴുത്തുകാരനുമായ ശ്രീജിത്ത് തൊണ്ടയാടാണ് കവിതകൾ കൂട്ടിച്ചേർത്ത് പുസ്തകമാക്കാൻ മുൻകൈയെടുത്തത്. ആദ്യം മോള് ഇങ്ങനെ വന്നിട്ട് നമ്മളോട് പറയും, ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഈണത്തിലാ പറയാ, ഇങ്ങനെ പാട്ട് പോലെ. അപ്പം നമുക്കിത് ആദ്യം സത്യത്തിൽ കവിതയൊന്നും അറിയില്ലായിരുന്നു. പിന്നെ അവൾ തന്നെയാണ് പറയാറ് എഴുതാൻ വേണ്ടിയിട്ട്. അന്ന് 5 വയസ്സുണ്ടായിരുന്നു, എഴുതാനൊന്നും അറിയില്ലായിരുന്നു മോൾക്ക്. അവളുടെ തപസ്യയുടെ അമ്മമ്മയാണ് ഇങ്ങനെ അവൾ പറയുമ്പോൾ ഇങ്ങനെ ഒരു പേപ്പറിൽ, അന്ന് പുസ്തകമൊന്നുമല്ല പേപ്പറിലൊക്കെ എഴുതാറുണ്ടായിരുന്നു. പിന്നെ ശ്രീഗോകുലം പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പൽ ഉണ്ട് സർ, ഇപ്പോൾ അവിടുന്ന് മാറി ശ്രീജിത്ത് തൊണ്ടയാട് സാറാണ് ഇങ്ങനെ മോളിങ്ങനെ കവിത എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ കവിതയും ഒരുമിച്ച് കൊണ്ടുവരണം എന്ന് എന്നോട് പറഞ്ഞിട്ട്, അപ്പം ഞങ്ങൾ ഈ പേപ്പർ കഷ്ണങ്ങളും എല്ലാം ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു പുസ്തകത്തിൽ എഴുതിയിട്ട്. 38 കവിതകൾ ഉൾപ്പെടുത്തി വർണ്ണജാലകം എന്ന കവിതാ സമാഹാരം 2004-ലാണ് തപസ്യ പ്രസിദ്ധീകരിക്കുന്നത്. അതേ വർഷം തന്നെ 28 ഇംഗ്ലീഷ് കവിതകൾ കൂട്ടിച്ചേർത്ത് മൈ മാജിക് പെൻസിൽ എന്ന പേരിൽ 2-ാം പുസ്തകവും പ്രസിദ്ധപ്പെടുത്തി. ചെറുപ്രായത്തിൽ തന്നെ 2 ഭാഷകളിലായി 66 കവിതകൾ എഴുതിയ മികവാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാൻ തപസ്യയ്ക്ക് അവസരമൊരുക്കിയത്. എന്നെ കവിത എഴുതാനൊക്കെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ പ്രിൻസിപ്പൽ സാറായ ശ്രീജിത്ത് സാറാണ്. പിന്നെ സ്കൂളും അമ്മയും പപ്പയും അമ്മമ്മയും. ഞാൻ ഫസ്റ്റായിട്ട് എഴുതിയ കവിത അമ്പിളി മാമന. ഞാൻ UKG മുതലാണ് എഴുതി തുടങ്ങിയത്. 6-ാം വയസ്സിൽ തപസ്യ എഴുതിയ വർണ്ണജാലകം എന്ന പുസ്തകം കവി ആലങ്കോട് ലീലാകൃഷ്ണനും മൈ മാജിക് പെൻസിൽ സംഗീത സംവിധായകൻ ഔസേപ്പച്ചനുമാണ് പ്രകാശനം ചെയ്തത്. 8-ാം വയസ്സിലെത്തി നിൽക്കുമ്പോൾ 3-ാമത്തെ പുസ്തകം കൂടി പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ കൊച്ചുമിടുക്കിയും മാതാപിതാക്കളായ നീനവും സുനീഷും. മുത്തശ്ശി മീരയാണ് കുട്ടിക്ക് എപ്പോഴും പിന്തുണയുമായി കൂടെയുള്ളത്. ഗുരുവായൂർ ശ്രീഗോകുലം സ്കൂളിലെ അധ്യാപകരും കൂട്ടുകാരും നൽകുന്ന പ്രോത്സാഹനങ്ങളും തപസ്യയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.